ഹായ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ എക്സിന് നിങ്ങളെ തിരിച്ചു വേണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സയൻസാണ്, കുറച്ച് ഹിഡൻ ക്ലൂസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് പറയുന്നത് സിംഗിളായിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. ഐ മീൻ നിങ്ങളുടെ എക്സ് ഇപ്പോഴും മറ്റൊരു റിലേഷൻഷിപ്പിലോട്ടൊന്നും പോയിട്ടില്ല, ഇപ്പോഴും സിംഗിളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇപ്പോഴും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള ആ ഒരു മെമ്മറീസൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോകാൻ കഴിയാത്തത് തന്നെ ആ പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രതയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു ഹോപ്പുണ്ട് അല്ലേ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. അത് കോളായിട്ടാവാം, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടാവാം, അത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ടാവാം. അങ്ങനെ നിങ്ങൾക്ക് കോള് വരുന്നുണ്ടോ, അതോ ബ്രേക്കപ്പായി വേണ്ടാന്ന് പറഞ്ഞിട്ട് ലൈഫിൽ നിന്ന് പോയി, ഇനി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു പോയതാ, എന്നിട്ട് ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നു, എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ എടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിച്ചു വിളിക്കുന്നു, അല്ലെങ്കിൽ അവളാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും സഹായത്തിനോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാനോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജോ കോളോ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹോപ്പുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ദേ ആർ ആക്ടിങ് ഹോട്ട് ആൻഡ് കോൾഡ് എന്നുള്ളതാണ്. അഥവാ മിക്സ്ഡ് മെസ്സേജസ് നിങ്ങൾക്ക് വരിക. അത് കോളിലും മെസ്സേജിലും ആവാം. ഇപ്പോൾ ചില സമയത്ത് നിങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആഫ്റ്റർ ബ്രേക്കപ്പിന് ശേഷമാണ് കേട്ടോ പറയുന്നത്, മെസ്സേജ് അയക്കുന്നു, ചിലപ്പോൾ നിങ്ങൾ റിപ്ലൈ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവുന്ന സമയത്ത് പിന്നീട് ചൂടാവുന്നു. അപ്പോൾ ആ ചൂടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിപ്ലൈ കിട്ടാൻ ഡിലേ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ തന്നെ കോളിൻ്റെ കാര്യം, വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ബിസിയായി കോൾ എടുത്തില്ല, പിന്നെ വിളിക്കുന്ന സമയത്ത് ഭയങ്കര ഫയറിംഗ് ആണ്. ചിലപ്പോൾ തലേ ദിവസം രാത്രി സിമ്പിളായിട്ട് കൂളായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച ആളായിരിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂടാവുകയും ഇടയ്ക്കിടയ്ക്ക് തണുക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതം അവരിൽ നിന്നും കാണുന്നുണ്ടോ? അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പോഴും അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. അങ്ങനെ ബ്രേക്കപ്പായി പോകുന്ന ആളുകൾ, തീരെ ഇഷ്ടമില്ലാത്ത ഒരാളുമായിട്ട് അങ്ങനെ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ ചാൻസ് വളരെയധികം കുറവാണ്. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് പതിയെ പതിയെ കോണ്ടാക്റ്റ് കുറച്ച് കൊണ്ടുവന്ന് നിർത്തി പോകുന്ന ആളുകളുണ്ട്. നിങ്ങളൊരു 3 ആഴ്ച അല്ലെങ്കിൽ ഒരു 20 days ഒക്കെ കഴിഞ്ഞിട്ടും അവരിതുപോലെ മെസ്സേജും കോളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അവർ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, യുവർ എക്സ് ഗെറ്റ്സ് ജെലസ് എന്നുള്ളതാണ്. അഥവാ നിങ്ങളിപ്പോൾ പുതിയൊരു ഫ്രണ്ടുമായിട്ട് പരിചയപ്പെട്ടു, അവരുമായിട്ട് പുറത്തു പോകുന്നു, അവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് സ്റ്റാറ്റസായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനി അതെല്ലാം ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മറ്റൊരു പെൺകുട്ടിയോട് കൂടുതലായിട്ട് സംസാരിക്കുന്നതും ഇടപഴകുന്നതൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ അവരുടെ മുഖത്ത് കാണുക, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ സംസാരത്തിലൊക്കെ അത് കയറി വരിക, ഒരു അസൂയ തോന്നുക. അങ്ങനെ തോന്നുന്നുണ്ടെന്ന് നമുക്ക് അനുഭവപ്പെടുക. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നാവാം, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സംസാരത്തിൽ നിന്നാവാം. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം ഉണ്ട്, അവിടെ ഭയങ്കര ഒരു ഹോപ്പ് കിടപ്പുണ്ട് എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വൺ പറയുന്നത്, നിങ്ങളുടെ എക്സ് ഇപ്പോഴും പഴയ ആ ഓർമ്മകളെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ പരസ്പരം ഒരു സ്ഥലത്ത് ടൂർ പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലമൊക്കെ സ്റ്റാറ്റസ് ഇടുക, എന്തെങ്കിലും നല്ല ക്യാപ്ഷനൊക്കെ ഇടുക, അല്ലെങ്കിൽ സംസാരിക്കുകയോ ഇടപഴകുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളാണ്, ഡെയിലി കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത്തരം പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുക, നല്ല മെമ്മറീസൊക്കെ ഓർക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതും പോസിറ്റീവായിട്ടുള്ള ഒരു ഹോപ്പാണ്. ഇപ്പോൾ എടാ നമ്മൾ അന്ന് അവിടെ പോയില്ലേ, അത് അടിപൊളിയായിരുന്നില്ലേ ആ സ്ഥലം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതും പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ തന്നെയാണ്. നിങ്ങളുടെ എക്സിന് നിങ്ങളെ വീണ്ടും വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർ ഷോ ചെയ്യുന്ന കുറച്ച് ഹിഡൻ ക്ലൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. അപ്പോൾ ഇനിയും ഒരുപാട് സയൻസ് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിൽ പറഞ്ഞ ക്ലൂസ് ഒന്നും ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടില്ല.
അപ്പോൾ പഴയ വീഡിയോസ് കാണാത്ത ആളുകൾ ചാനലിൽ പോയി നോക്കിയിട്ട് പഴയ വീഡിയോസൊക്കെ കാണുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഇഷ്യൂസോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഞങ്ങൾ നൽകുന്നതാണ്. തീർച്ചയായിട്ടും കട്ടക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.